കശ്മീർ കത്വയിൽ ഏറ്റുമുട്ടൽ 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ഏറ്റുമുട്ടലിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ചില സംശയാസ്പദമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ പരിശോധനയാണ്. അതിനിടയിൽ ചില ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നതും ഭീകരർ കൊല്ലപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഇന്നത്തെ പരിശോധന, അതിൻ്റെ സ്വഭാവം, ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അച്യുതൻ? റിജിത്ത്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ കത്വയിൽ തന്നെ ഒരിടത്ത് ഈ ഭീകര സാന്നിധ്യം സേന തിരിച്ചറിയുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ ആരംഭിക്കുന്നതും. ആ ഇടത്ത് നിന്ന് 26, അതായത് ഈ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഹീര നഗറിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയുള്ള ജുത്താനയിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഇന്ന് രാവിലെ സേന ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുന്നത്. ഈ ഏറ്റുമുട്ടലിൽ ഇതുവരെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2 ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ മേഖലയിൽ ഏറ്റുമുട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസമായി തന്നെ ഈ കത്വയിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച സേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ആ ഘട്ടത്തിലായിരുന്നു ഇന്ന് പുലർച്ചെ ഈ ജുത്താന മേഖലയിൽ ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റിജിത്ത്. ശരി, അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തുടങ്ങിയ പരിശോധനയാണ്. അവിടെ ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് തുടർച്ചയായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നത്. അച്യുതൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.